ജമ്മു താവളമാക്കിയ ഭീകരർക്ക് ഇന്ത്യ കനത്ത പ്രതിരോധം തീർത്തിരിക്കുകയാണ്. ഒരടി മുന്നോട്ട് വെക്കാൻ ഇനി ഭീകരർ ഭയക്കും. അമർനാഥ് തീർത്ഥാടകരെ ഭീകരർ ലക്ഷ്യം വെക്കുന്നു എന്നത് മനസ്സിലാക്കി കനത്ത ജാഗ്രതയാണ്, ശക്തമായ സുരക്ഷാ കവചമാണ് സൈന്യം ഒരുക്കിയിട്ടുള്ളത്. സൈന്യവും പോലീസും ഒറ്റക്കെട്ടായി ചടുലമായ നീക്കങ്ങളാണ് പ്രദേശത്ത് നടത്തിവരുന്നത്. വാർഷിക അമർനാഥ് തീർത്ഥാടനത്തിന് മുന്നോടിയായിട്ട് ജമ്മു ബേസ് ക്യാമ്പിൽ പോലീസ് മോക്ക് ഡ്രിൽ നടത്തുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ തകൃതിയായി പുരോഗമിക്കുകയാണ്. പോലീസിന്റെ ക്വിക്ക് റിയാക്ഷൻ ടീമുകളും പ്രത്യേക ഓപ്പറേഷൻ ഗ്രൂപ്പും സമഗ്രമായ മോക്ക് ഡ്രില്ലാണ് നടത്തിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സുരക്ഷാ സ്ഥിതിഗതികളും വാർഷിക തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങളും അവലോകനം ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഈ സുപ്രധാന നീക്കങ്ങൾ എന്നത് എടുത്തു പറയണം. മുഴുവൻ ടീമിനും പ്രായോഗിക പരിശീലനം നൽകുക എന്നതായിരുന്നു ഈ അഭ്യാസത്തിന്റെ പ്രാഥമിക ലക്ഷ്യം. മുൻകൂട്ടി പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ഉണ്ടായാൽ തത്സമയ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യാൻ അവർ നന്നായി തയ്യാറാണെന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് ഇതിനു പിന്നിലെ പ്രധാന അജണ്ട. സംശയാസ്പദമായ വ്യക്തികളുടെയും വസ്തുക്കളുടെയും ചലനത്തെക്കുറിച്ച് ജാഗ്രത പാലിക്കാൻ പ്രദേശവാസികളോട് ആവശ്യപ്പെട്ട് പോലീസ് ജമ്മു മേഖലയിൽ ഒരു അലേർട്ട് ഉപദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഭീകരർ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ് എന്ന വ്യക്തമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അടപടലെ ഭീകരരെ നിർവീര്യമാക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ ശ്രമം. ആരാണ് ഈ ഭീകരരെ സഹായിച്ചത്? എന്താണ് പ്രധാന ലക്ഷ്യങ്ങൾ? ഇവയെല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട്. കൃത്യമായ നടപടിയെടുക്കാൻ എല്ലാ വശങ്ങളെയും പരിശോധിച്ച് നീക്കങ്ങൾ നടത്തുമെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ പ്രധാന തീവ്രവാദ വിരുദ്ധ ഏജൻസിയായ NIA ഊർജിതമായ കരുക്കളാണ് നീക്കുന്നത്. ഭീകരർക്കായി വിവിധ മേഖലകളിൽ സേന വലവീശിയിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ജമ്മു കശ്മീരിലെ ഹന്ദ്വാര സബ് ജില്ലയിൽ നിന്ന് സുരക്ഷാ സേന ഒരു ഹിസ്ബുൾ മുജാഹിദ്ദീൻ തീവ്രവാദിയെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഒരു ഹാൻഡലറുമായി ഇയാൾ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നാണ് വിവരം. സേനയുടെ സംയുക്ത ഓപ്പറേഷനിലാണ് ചഗൌലെ കച്രി നിവാസിയായ സക്കീർ ഹമീദ് അറസ്റ്റിലായത്. ഭീകരാക്രമണം നടത്താൻ കാത്തിരിക്കുന്ന തീവ്രവാദിയുടെ സാന്നിധ്യത്തെക്കുറിച്ച് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് സൈന്യത്തിന്റെ സംഘം അവിടെ എത്തിയത്. സുരക്ഷാ ഏജൻസികളുമായി സംയുക്ത ഓപ്പറേഷൻ ആരംഭിച്ചാണ് കീഴ്പ്പെടുത്തിയത്. ഇന്ത്യൻ മണ്ണിൽ അശാന്തി പടർത്താൻ ചോരപ്പുഴയൊരുക്കാൻ പ്രതികാരദാഹിയായി പാകിസ്ഥാൻ നിലകൊള്ളുകയാണ് എന്നതാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. താലിബാനെയും ജമ്മു കശ്മീർ ലക്ഷ്യം വെക്കുന്ന ഭീകര സംഘടനകളെയും ഒക്കെ പിന്തുണയ്ക്കുന്നതിന് പാകിസ്ഥാൻ വലിയ ശ്രദ്ധയാണ് കൊടുക്കുന്നത്. പാകിസ്ഥാന്റെ ശക്തമായ രഹസ്യാന്വേഷണ ഏജൻസിയായ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് ISI അതേപോലെ തന്നെ സൈന്യവും സ്വയം പ്രഖ്യാപിത മതപണ്ഡിതരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് അടിവരയിട്ട് പറയേണ്ടതാണ്. ഈ ചരിത്രപരമായ കൂട്ടുകെട്ട് ഇസ്ലാമിക മതമൗലികവാദത്തിലേക്കുള്ള രാജ്യത്തിന്റെ ചായ്വിലെ ഒരു ഘടകമായ റാഡിക്കൽ ഇസ്ലാമിന്റെ ഭീകരമായ ഉയർച്ചയ്ക്ക് കാരണമായി. നിരവധി തരത്തിലുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ പാകിസ്ഥാനിലും പുറത്തും പ്രവർത്തിക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഭീകരതയുടെ സ്പോൺസറായും ഭീകരതയുടെ പ്രഭവ കേന്ദ്രമായും മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന പല തീവ്രവാദ ഗ്രൂപ്പുകളും അൽ-ഖ്വയ്ദയുമായി സഖ്യത്തിലാണ്. അൽ-ഖ്വയ്ദയുടെ ക്യാമ്പുകൾക്ക് പഴയ കരുത്തില്ല എന്നും ചിലർ പറയുന്നുണ്ട്. പക്ഷേ അതിനിപ്പോഴും ശക്തമായ സഖ്യകക്ഷികളുണ്ട്. ഭീകരവാദ സംഘടനകൾ ഇസ്ലാമിന്റെ പേരിൽ അക്രമം അഴിച്ചുവിടുകയും ഒരു വിഭാഗം ഈ നീക്കങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുന്നിടത്തോളം പാകിസ്ഥാൻ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ചൂടുള്ള ഇടമായി തന്നെ തുടരും എന്നത് ഉറപ്പാണ്. സ്ഥിതിഗതികൾ ഒട്ടും പ്രോത്സാഹനജനകമല്ല. തീവ്രവാദത്തെ ഉന്മൂലനം ചെയ്യാനുള്ള ശേഷിയും ഇച്ഛാശക്തിയും പാകിസ്ഥാൻ ഉണ്ടെന്ന് തോന്നുന്നുമില്ല. സൈന്യത്തിന്റെയും ISIയുടെയും ഒത്താശയോടെ അഫ്ഗാൻ താലിബാനെയും ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള മറ്റ് ദൈവബന്ദി ഗ്രൂപ്പുകളെയും പോഷിപ്പിക്കുമ്പോൾ എങ്ങനെ പാകിസ്ഥാൻ അത് സാധിക്കും? പാകിസ്ഥാൻ വിവിധ തരത്തിലുള്ള ഭീകര സംഘടനകളുടെ ആസ്ഥാനമാണ്. അവയുടെ പ്രത്യയശാസ്ത്രപരമായ ദിശാബോധം, സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക ലക്ഷ്യങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ അവയെ പല വിഭാഗങ്ങളായും തിരിക്കാം. ദക്ഷിണേഷ്യൻ മേഖലയിൽ 200-ലധികം തീവ്രവാദ ഗ്രൂപ്പുകളുണ്ടത്രേ. അതിൽ 50-ലധികം പ്രമുഖ ഗ്രൂപ്പുകൾ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. വിരോധാഭാസം എന്ന് പറയട്ടെ, ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ പാകിസ്ഥാനിൽ തങ്ങളുടെ പ്രാഥമിക താവളങ്ങൾ സ്ഥാപിച്ചു എന്ന് മാത്രമല്ല, പാകിസ്ഥാന്റെ സുരക്ഷാ സ്ഥാപനങ്ങൾക്കുള്ളിൽ വേരൂന്നിയ ഏജൻസികളിൽ നിന്ന് അവർക്ക് സജീവമായതോ നിഷ്ക്രിയമായതോ ആയ സഹായവും ലഭിക്കുന്നുണ്ട്. പാകിസ്ഥാൻ അധീനതയിലുള്ള ജമ്മു കശ്മീരിനുള്ളിൽ മദ്രസകളും പരിശീലന ക്യാമ്പുകളും വർദ്ധിച്ചു വരികയാണ്. ഇന്ത്യൻ മേഖലകളിലേക്ക് നുഴഞ്ഞു കയറാൻ കഴിയുന്ന പരിശീലനം ലഭിച്ചതും പ്രബോധിപ്പിക്കുന്നതുമായ പോരാളികളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് ഇത് ലക്ഷ്യമിടുന്നത്. എന്തായാലും പാകിസ്ഥാൻ ഭീകരരെ ഒന്നടങ്കം തകർത്ത് തരിപ്പണമാക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ നീക്കം. ഭീകരരെ തച്ചുടയ്ക്കാനായി കൃത്യമായ നീക്കങ്ങളാണ് സൈന്യം നടത്തിവരുന്നത്.